ആറാമത്തെ റൗണ്ടിലും UDF-ന്റെ ലീഡ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ആനന്ദിക്കാനുള്ള 500-ലധികം വോട്ടിന്റെ ലീഡാണ് കേട്ടോ. 500-ലധികം വോട്ടിന്റെ ഇപ്പോൾ നേരിയ ലീഡ് കൃഷ്ണകുമാർ ആ രീതിയിലേക്കാവും. 6 റൗണ്ട് കഴിയുമ്പോൾ 400 വരുള്ളൂ. അതായത് 6 റൗണ്ട് പൂർത്തിയാകുമ്പോൾ NDA-യുടെ ലീഡ് 400-ലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നത് കാണാം. നമുക്ക് ആ ലീഡ് നില ഒന്ന് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 963 എന്നുള്ളത് NDA-യുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ലീഡ് മാത്രമാണ് BJP-ക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്. 500-ൽ താഴെ മാത്രം ലീഡാണ് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി അത്ഭുതം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്തൂർ 1,07,792 വോട്ടിന്റെ ലീഡുമായി പ്രിയദർശിനിയായി പ്രിയങ്ക. അതെ, നോക്കൂ, 963 എന്നുള്ളത് മാറി 412. BJP ലീഡ് 412 കുറഞ്ഞിരിക്കുന്നു. BJP-യുടെ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെയിം ട്രെൻഡാണ്. അങ്ങനെയാണെങ്കിൽ 9,000-10,000 ശ്രീകണ്ഠൻ ഇഫക്ട് അതേ പോളിംഗ് നില വന്നിരിക്കുന്നു. അതേ രീതിയിലാണ് പാറ്റേൺ. അതെ, അതേ പാറ്റേണിലേക്ക് വന്നിരിക്കുന്നു. ലോക്സഭയുടെ അതേ ട്രെൻഡ് ആവർത്തിക്കുന്നു. ഷാഫി പറമ്പിൽ പിരായിരിയിൽ ഷാഫി ട്രെൻഡ് കൂടി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ രാഹുലിന്റെ നല്ല ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ സാധിക്കും. ശ്രീകണ്ഠൻ എന്തായാലും കറക്റ്റായി പണിയെടുത്തിട്ടുണ്ട്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതെ, 412 വോട്ടുകൾക്ക് മാത്രമാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വോട്ടെണ്ണി കഴിയുമ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇനി പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലുമാണ്. അവിടെ BJP-ക്ക് വലിയ പ്രതീക്ഷയില്ല. BJP ശക്തമായ പോരാട്ടം കണ്ണാടിയിൽ നടത്തും. പക്ഷേ എങ്കിലും ഇനിയിപ്പോ പിരായിരിയിൽ പ്രതീക്ഷയുള്ളത് സരിനാണ്. പിരായിരിയിൽ എത്ര പിടിക്കുന്നു? പക്ഷെ നോക്കൂ, LDF-നെ സംബന്ധിച്ചിടത്തോളം ബഹുദൂരം അവർ പിന്നിലായി കഴിഞ്ഞു. 4 റൗണ്ടുകൾ കഴിയുമ്പോൾ ഏകദേശം ഒരു 4,000-5,000 വോട്ടുകൾക്ക് പിന്നിലായി കഴിഞ്ഞു. അതിന് മേക്കപ്പ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കണ്ണാടിയിലും ചെയ്യുന്നതിന്റെ അല്ല, അവർ വോട്ട് ഉയർത്തുകയാണെങ്കിൽ അത് രാഹുലിന് തിരിച്ചടിയാണെങ്കിൽ പോലും ഇനി രാഹുലിന്റെ വിജയത്തെ അത് ബാധിക്കില്ല.